എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 11 ജൂൺ 2023 CSEB ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് നടത്തിയ എക്സാമിൻ്റെ ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദി ഫസ്റ്റ് കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? ഓപ്ഷൻ എ VR കൃഷ്ണയ്യർ, ഓപ്ഷൻ ബി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ സി TV തോമസ്, ഓപ്ഷൻ ഡി KR ഗൗരിയമ്മ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ മിനിസ്റ്റർ ആര്? 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു. ഫസ്റ്റ് കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് കേരള ജോസഫ് മുണ്ടശ്ശേരി. ഒന്നാം കേരള മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാലും സഹകരണ വകുപ്പ് മന്ത്രി ചോദിച്ചാലും ജോസഫ് മുണ്ടശ്ശേരി. ഇനി ഓപ്ഷൻസ് നോക്കാം. VR കൃഷ്ണയ്യർ ഒന്നാം കേരള മന്ത്രിസഭയിലെ നിയമം അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്നു VR കൃഷ്ണയ്യർ. നിയമം വൈദ്യുതി VR കൃഷ്ണയ്യർ. അതുപോലെ TV തോമസ് ഓർത്തേക്ക ട്രാൻസ്പോർട്ട് വേല, ട്രാൻസ്പോർട്ടും വേലയും, ഗതാഗതം ട്രാൻസ്പോർട്ട്, വേല തൊഴിൽ, അത് നോക്കിയായിരുന്ന മന്ത്രിയായിരുന്നു TV തോമസ്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ട്രാൻസ്പോർട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് TV തോമസ്. ഒന്നാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയുടെ വകുപ്പായിരുന്നു റവന്യൂ. ഒന്നാം കേരള മന്ത്രിസഭയിലെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു KR ഗൗരിയമ്മ. ഓർത്തേക്ക, ഒന്നാം കേരള മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രി KR ഗൗരിയമ്മയാണ്. ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് 1957 ഏപ്രിൽ 1. ഏപ്രിൽ 1 നിയമസഭയാണ് രൂപം കൊണ്ട്. അത് കഴിഞ്ഞ് 1957 ഏപ്രിൽ 5 ആദ്യത്തെ മന്ത്രിസഭ നിലവിൽ വന്നത്. ഏപ്രിൽ 1 നിയമസഭ നിലവിൽ വന്നു, ഏപ്രിൽ 5 മന്ത്രിസഭ നിലവിൽ വന്നു. ഇത് രണ്ടും പ്രിയസ് ആണ്. 1957 ഏപ്രിൽ 1 ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്നു. 1957 ഏപ്രിൽ 5 ആദ്യത്തെ കേരള മന്ത്രിസഭ നിലവിൽ വന്നു. ഒന്നാം കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11 പേര്. 11 മന്ത്രിമാരുണ്ടായിരുന്നു. അതിൽ ഏക വനിതാ മന്ത്രിയാണ് KR ഗൗരിയമ്മ. 21ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ജോസഫ് മുണ്ടശ്ശേരി. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഗ്രാമപഞ്ചായത്സ് ആർ ദർ ഇൻ കേരള? ഓപ്ഷൻ എ 1026, ഓപ്ഷൻ ബി 867, ഓപ്ഷൻ സി 941, ഓപ്ഷൻ ഡി 1021. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? കേരളത്തിൽ ആകെ എത്ര ഗ്രാമപഞ്ചായത്ത് ഉണ്ടെന്ന്. 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 941 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്. ഓർത്തേക്ക, ത്രിതല പഞ്ചായത്ത്. കേരളത്തിലെ ആകെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. ജില്ലാ പഞ്ചായത്തുകൾ 14. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 എണ്ണം. ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. ഇതാണ് ത്രിതല പഞ്ചായത്ത്. ഇത് 3 സ്ഥിരം ക്വസ്റ്റ്യനാണ്. ആകെ ജില്ലാ പഞ്ചായത്ത് 14, ബ്ലോക്ക് പഞ്ചായത്ത് 152, ഗ്രാമപഞ്ചായത്ത് 941. 22ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 941. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 23ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദി ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്? ഓപ്ഷൻ എ ലോർഡ് ഡൽഹൌസി, ഓപ്ഷൻ ബി ലോർഡ് റിപ്പൺ, ഓപ്ഷൻ സി ലോർഡ് കോൺവാലിസ്, ഓപ്ഷൻ ഡി ലോർഡ് വെല്ലസ്ലി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്, തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? 23ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ലോർഡ് റിപ്പൺ. ലോർഡ് റിപ്പൺ. റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ്. അഡീഷണലായിട്ട് ഓർത്തേക്കുക, ഡൽഹൌസി ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ലോർഡ് ഡൽഹൌസി. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ലോർഡ് ഡൽഹൌസി. ഇന്ത്യയിൽ റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന വ്യക്തിയാണ് ലോർഡ് ഡൽഹൌസി. ലോർഡ് കോൺവാലിസ് ഇന്ത്യയിൽ സിവിൽ സർവീസിന് പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ലോർഡ് കോൺവാലിസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സമ്പ്രദായം കൊണ്ടുവന്നതും ലോർഡ് കോൺവാലിസ് ആണ്. ഇന്ത്യയിൽ സിവിൽ സർവീസിന് പിതാവാണ് ലോർഡ് കോൺവാലിസ്. അതുപോലെ ഇന്ത്യയിൽ പോലീസ് സമ്പ്രദായം കൊണ്ടുവന്ന വ്യക്തിയാണ് ലോർഡ് കോൺവാലിസ്. അടുത്ത ലോർഡ് വെല്ലസ്ലി. സബ്സിഡറി അലയൻസ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്ന വ്യക്തിയാണ് ലോർഡ് വെല്ലസ്ലി.
സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. നമ്മൾ ചോദിച്ചത് തദ്ദേശ സ്വയംഭരണത്തിന് പിതാവ് ആര്? 23-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി, ലോർഡ് റിപ്പൺ. 24-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദി യൂണിയൻ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ? ഓപ്ഷൻ എ പ്രഹ്ലാദ് ജോഷി, ഓപ്ഷൻ ബി ഗിരിരാജ് സിംഗ്, ഓപ്ഷൻ സി ധർമ്മേന്ദ്ര പ്രധാൻ, ഓപ്ഷൻ ഡി കിരൺ റിജു. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? നിലവിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആര്? ഇന്ത്യയിലെ നിലവിലെ വിദ്യാഭ്യാസ മന്ത്രി ആര്? 24-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ധർമ്മേന്ദ്ര പ്രധാൻ. ഓർത്തേക്കുക, ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം, കൂടാതെ എന്റർപ്രണർഷിപ്പ്, സംരംഭകത്വം. എന്റർപ്രണർഷിപ്പ് ധർമ്മേന്ദ്ര പ്രധാൻ കൈകാര്യം ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് വകുപ്പുകളാണ് വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്മെന്റ്, എന്റർപ്രണർഷിപ്പ്. അഡീഷണൽ ആയിട്ട് ഓർത്തേക്കുക, പ്രഹ്ലാദ് ജോഷി ഇന്ത്യയിലെ പാർലമെന്ററി കാര്യമന്ത്രി, പാർലമെന്ററി അഫയേഴ്സ്. കൂടാതെ ഓർത്തേക്കുക കോള്, കൽക്കരി, മൈൻസ്. ഇത് മൂന്നും നോക്കുന്നത് പ്രഹ്ലാദ് ജോഷിയാണ്. പാർലമെന്ററി അഫയേഴ്സ് പാർലമെന്ററി കാര്യമന്ത്രി, കോള്, മൈൻസ്, കൽക്കരിയും ഖനികളും. ഗിരിരാജ് സിംഗ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റൂറൽ ഡെവലപ്മെന്റും പഞ്ചായത്ത് രാജും, ഗ്രാമവികസനവും പഞ്ചായത്ത് രാജും. ഗിരിരാജ് സിംഗ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളാണ് റൂറൽ ഡെവലപ്മെന്റ്, പഞ്ചായത്ത് രാജ്. കിരൺ റിജു അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസ്. എർത്ത് സയൻസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കിരൺ റിജു. നമ്മൾ ചോദിച്ചത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആര്? നിലവിലെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. 24-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 25-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി യൂണിയൻ ടെറിട്ടറീസ് ആർ ദർ ഇൻ ഇന്ത്യ? ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 7. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ഇന്ത്യയിൽ ആകെ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്? 25-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 8. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിക്കണമെങ്കിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇങ്ങനെ ഓർത്തേക്കുക, 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. 25-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 8. ഈ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലഡാക്ക്. ഏറ്റവും വലുത് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ഏറ്റവും ചെറിയ കേന്ദ്രപ്രദേശമാണ് ലക്ഷദ്വീപ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. ഏറ്റവും വലുത് ലഡാക്ക്, ഏറ്റവും ചെറുത് ലക്ഷദ്വീപ്. 25-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ 8. 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് ഡേ പ്രവാസി ഭാരതീയ ദിവസ് NRI ഡേ ഈസ് ഒബ്സർവ്ഡ്? ഓപ്ഷൻ എ ജനുവരി 14, ഓപ്ഷൻ ബി ജനുവരി 9, ഓപ്ഷൻ സി ഓഗസ്റ്റ് 8, ഓപ്ഷൻ ഡി നവംബർ 12. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്? ഇന്ത്യയിൽ എന്നാണ് പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്? NRI ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? 26-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ജനുവരി 9. ജനുവരി 9 ഇന്ത്യയിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. നോക്കാം, ഗാന്ധിജി പ്രവാസ ജീവിതം അവസാനിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസമാണ് 1915 ജനുവരി 9. ഗാന്ധിജി പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ദിവസമാണ് 1915 ജനുവരി 9. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 9 2003 മുതൽ ഇന്ത്യയിൽ NRI ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2003 മുതലാണ് ജനുവരി 9 ഇന്ത്യയിൽ NRI ഡേ ആയിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസ്. 2003 മുതലാണ് ഇത് ആചരിക്കുന്നത്. 26-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ജനുവരി 9. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 27-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഓഫ് ഇന്ത്യ? ഓപ്ഷൻ എ VR ചൗധരി, ഓപ്ഷൻ ബി മനോജ് പാണ്ഡെ, ഓപ്ഷൻ സി ബിപിൻ റാവത്ത്, ഓപ്ഷൻ ഡി അനിൽ ചൗഹാൻ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? നിലവിലെ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയാര്? ഇന്ത്യയിലെ സംയുക്ത സേനാ മേധാവിയാര്? ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. 27-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയാര്? ഫസ്റ്റ് CDS.
ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ ബിപിൻ റാവത്ത്. കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫാണ് ബിപിൻ റാവത്ത്. ബിപിൻ റാവത്തിന് ശേഷം അധികാരത്തിൽ വന്ന CDS ആണ് അനിൽ ചൗഹാൻ. ഇദ്ദേഹമാണ് നിലവിൽ ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവി. ഇനി നമ്മുടെ 3 സൈന്യത്തിൻ്റെ ആൾക്കാരാരെന്ന് നോക്കാം. ആദ്യം ആർമി, ഇന്ത്യയുടെ കരസേനാ മേധാവി, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ്. നിലവിലെ ഇന്ത്യയുടെ കരസേനാ മേധാവിയാര്? നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവിയാണ് മനോജ് പാണ്ഡെ. മനോജ് പാണ്ഡെയാണ് നിലവിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി, ജനറൽ മനോജ് പാണ്ഡെ. അടുത്തത് എയർഫോഴ്സ്. ഇന്ത്യയുടെ നിലവിലെ വ്യോമസേന മേധാവിയാര്? അദ്ദേഹമാണ് മാർഷൽ VR ചൗധരി. ഇന്ത്യയുടെ നിലവിലെ എയർഫോഴ്സ് ചീഫാണ് VR ചൗധരി, മാർഷൽ VR ചൗധരി. ആർമിയുടെ ആണെങ്കിൽ മനോജ് പാണ്ഡെ. ഞാൻ അഡീഷണൽ ആയിട്ട് ഓർത്തിരിക്കുക നേവി. ഇന്ത്യയുടെ നിലവിലെ നാവികസേന മേധാവിയാര്? ആർ ഹരികുമാറാണ് നിലവിലെ ഇന്ത്യയുടെ നാവികസേന മേധാവി, ആർ ഹരികുമാർ. അപ്പോൾ ഓർത്തേക്കുക, ആർമി ചോദിക്കണമെങ്കിൽ മനോജ് പാണ്ഡെ, എയർഫോഴ്സ് ചോദിക്കണമെങ്കിൽ VR ചൗധരി, നേവി ചോദിക്കണമെങ്കിൽ ആർ ഹരികുമാർ. ഇനി സംയുക്ത സേന ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, ഇന്ത്യയുടെ സംയുക്ത സേന മേധാവിയാണ് അനിൽ ചൗഹാൻ. ആദ്യത്തെ ആള് ബിപിൻ റാവത്ത്, രണ്ടാമത്തെ ആളാണ് അനിൽ ചൗഹാൻ. നിലവിൽ ഇപ്പോഴത്തെ വ്യക്തി അനിൽ ചൗഹാനാണ്. ആദ്യത്തെ ആള് കൂനൂർ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടു, അതാണ് ജനറൽ ബിപിൻ റാവത്ത്. ഇനി സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്ന് ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അത് പ്രസിഡന്റാണ്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ ചോദിക്കണമെങ്കിൽ അത് പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. സുപ്രീം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ പരമമായിട്ടുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സുപ്രീം ഇൻ ഇന്ത്യ എന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യ എന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് പ്രസിഡന്റാണ്. നിലവിലെ ഇന്ത്യയുടെ പ്രസിഡന്റാണ് ദ്രൗപദി മുർമു. 27ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, അനിൽ ചൗഹാൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫസ്റ്റ് എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ. ഓപ്ഷൻ എ ഡോക്ടർ BN റാവു, ഓപ്ഷൻ ബി ഡോക്ടർ BR അംബേദ്കർ, ഓപ്ഷൻ സി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഡി സച്ചിദാനന്ദ സിൻഹ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ഭരണഘടനാ നിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ എലക്റ്റഡ് പ്രസിഡന്റ് ആര്? തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആര്? ഫസ്റ്റ് എലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓർത്തേക്കുക, 1946 ഡിസംബർ 6-ാം തീയതിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപം കൊണ്ട്. ഡേറ്റ് അടക്കം പ്രീവിയസ് ഉള്ളതാ. 1946 ഡിസംബർ 6-നാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ സഭയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ. അത് രൂപം കൊണ്ടത് 1946 ഡിസംബർ 6-നാണ്. ഡിസംബർ 9-ാം തീയതി അവരുടെ ആദ്യത്തെ സമ്മേളനം, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ആദ്യത്തെ സമ്മേളനം 1946 ഡിസംബർ 9-നായിരുന്നു. അന്ന് താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചതാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ. താൽക്കാലിക അധ്യക്ഷനായിട്ട് നിയമിച്ചത് ആരെയായിരുന്നു? സച്ചിദാനന്ദ സിൻഹയെ. ആദ്യത്തെ ടെമ്പററി പ്രസിഡന്റാണ് സച്ചിദാനന്ദ സിൻഹ. അതിനുശേഷം ഡിസംബർ 11 എത്തി. 1946 ഡിസംബർ 11-ന് ഫസ്റ്റ് എലക്ടഡ് പ്രസിഡന്റായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ആദ്യത്തെ എലക്ടഡ് പ്രസിഡന്റ് വന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇദ്ദേഹമാണ് പെർമനന്റ് പ്രസിഡന്റ്. ആദ്യത്തെ സ്ഥിരം അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ആദ്യത്തെ എലക്ടഡ് പ്രസിഡന്റ്. ടെമ്പററി പ്രസിഡന്റ് ആയിരുന്നു സച്ചിദാനന്ദ സിൻഹ. പിന്നെ ഓർത്തേക്കുക, ഡോക്ടർ BR അംബേദ്കർ എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടന നിർമ്മാണ സഭയിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ. ഇനി ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നു BN റാവു. അഡ്വൈസർ ഉപദേശകനായിരുന്നു BN റാവു. ഇന്ത്യൻ ഭരണഘടനയുടെ നക്കല് തയ്യാറാക്കിയ വ്യക്തി ചോദിച്ചാലും BN റാവു ആണ്. ഉപദേശകനാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ നക്കല് തയ്യാറാക്കിയ വ്യക്തി BN റാവു ആണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ആദ്യത്തെ എലക്ടഡ് പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 28ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
The constitutional amendment through which fundamental duties were incorporated to Indian Constitution. Option A 44, option B 54, option C 42, option D 51. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് ഏത് അമെൻമെന്റ് പ്രകാരമാണ്, ഏത് ഭേദഗതി പ്രകാരമാണ്? 29-ാം ക്വസ്റ്റ്യൻ ആൻസർ സി 42, 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. 42-ാം ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്. 42-ാം ഭേദഗതി അത് വന്ന വർഷം 1976, 1976. 4+2 6, 1976 42-ാം ഭേദഗതി. അതിൽ ഉൾപ്പെടുത്തിയത് 10 മൗലിക കടമകളാണ്. കറൻലി നിലവിൽ ഇപ്പോൾ ആകെ എത്ര മൗലിക കടമകളുണ്ട്? നിലവിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. ആ 11ാമതായിട്ട് വന്ന മൗലിക കടമ ഏതാണ്? 6 വയസ്സ് മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ മൗലിക കടമയാണ്. അതാണ് 11ാമത്തെ മൗലിക കടമ. അത് ഏത് ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്ത്? 86-ാം ഭേദഗതി. 86-ാം ഭേദഗതി 2002-ലൂടെ. 86-ാം ഭേദഗതി 2002-ലൂടെയാണ് അത് കൂട്ടിച്ചേർത്ത്. നിലവിലിപ്പോൾ 11 മൗലിക കടമകളുണ്ട്. 42-ാം ഭേദഗതിയിലൂടെ 10 എണ്ണം, 11ാമത്തെ കൂട്ടിച്ചേർത്ത് 86-ാം ഭേദഗതി 2002-ലൂടെ. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ ആശയം ഇന്ത്യ കടമെടുത്തത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. ഇന്ത്യ ഈ ആശയം കടമെടുത്തത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യയിൽ നിന്നാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ടാണ് പാർട്ട് 4A 4A. പാർട്ട് 4A. അതിനെക്കുറിച്ച് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ വകുപ്പ് ചോദിക്കണമെങ്കിൽ 51A 4A 51A. പാർട്ട് പറയുന്നത് 4Aയിലും ആർട്ടിക്കിൾ പറയുന്നത് 51Aയിലും. നിലവിൽ ഇപ്പോൾ 11 മൗലിക കടമകളുണ്ട്. 42-ാം ഭേദഗതിയിലൂടെ 10 എണ്ണം. പിന്നെ ഓർത്ത് വയ്ക്കാം, 42-ാം ഭേദഗതി 1976 എന്താ അറിയപ്പെടുന്ന പേര്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ചെറിയ ഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനയാണ് 42-ാം ഭേദഗതി 1976. ഓർത്ത് വയ്ക്കുക, പ്രിയാമ്പിള് ഭേദഗതി ചെയ്തു, ആമുഖം ഭേദഗതി ചെയ്തു. അതിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. എക്കാലത്തെയും പ്രീവിയസ് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാ? സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഇത് ഓർത്തേക്കണേ, 3 വാക്കുകളാണ് കൂട്ടിച്ചേർത്ത്. 42-ാം ഭേദഗതി 1976-ലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. ഇത് വന്ന വർഷം 1976. ഇതറിയപ്പെടുന്ന പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിളിൽ ഭേദഗതി ചെയ്തിട്ട് 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു. സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി. 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് 42-ാം ഭേദഗതിയിലൂടെ. 29-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി 42. 30-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്സ് സരിസ്ക ടൈഗർ റിസർവ് ഈസ് ലൊക്കേറ്റഡ്? ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചേ? സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? 30-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. 30-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി രാജസ്ഥാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 31-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഈസ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO? ഓപ്ഷൻ എ ന്യൂഡൽഹി, ഓപ്ഷൻ ബി ഗുവാഹട്ടി, ഓപ്ഷൻ സി ശ്രീനഗർ, ഓപ്ഷൻ ഡി ലക്നൗ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ്? BRO ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? 31-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് BROയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇന്ത്യയിലെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് BRO ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ഇത് നിലവിൽ വന്ന വർഷം 1960-ലാണ്. 1960-ലാണ് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ അതിർത്തി മേഖലകളിലെ റോഡുകളുടെ മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനമാണ് BRO. അത് നിലവിൽ വന്ന വർഷം 1960. അവർ ഹെഡ് ക്വാർട്ടേഴ്സാണ് ന്യൂഡൽഹി. 31-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
32ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി ഇന്ത്യൻ ഡോക്ടർ ഹു ഡിസ്കവേർഡ് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി. ഓപ്ഷൻ എ ഡോക്ടർ BC റോയ്, ഓപ്ഷൻ ബി ഡോക്ടർ ദിലീപ് മഹലനോബിസ്, ഓപ്ഷൻ സി ഡോക്ടർ ബ്രഹ്മചാരി, ഓപ്ഷൻ ഡി ആനന്ദി ഗോപാൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി, ORS, ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി, അത് കണ്ടുപിടിച്ച ഇന്ത്യൻ ഡോക്ടർ. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ഡോക്ടർ ദിലീപ് മഹലനോബിസ്. ഡോക്ടർ ദിലീപ് മഹലനോബിസ് ആണ് ORS ലൈനി കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന് 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു. പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച ഡോക്ടറാണ് ഡോക്ടർ ദിലീപ് മഹലനോബിസ്. 2023 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ചു, പോസ്റ്റ്മസ്ലി മരണാനന്തരമായിട്ട്. 32ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ഡോക്ടർ ദിലീപ് മഹലനോബിസ്. ORS ലൈനി അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പി കണ്ടുപിടിച്ച ഡോക്ടറാണ് ഡോക്ടർ ദിലീപ് മഹലനോബിസ്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദി ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓപ്ഷൻ എ ചാൾസ് ബാബേജ്, ഓപ്ഷൻ ബി സീമർ ക്രേ, ഓപ്ഷൻ സി ആദം ഓസ്ബോൺ, ഓപ്ഷൻ ഡി ഷുഗാർട്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? 33ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സീമോർ ക്രേ. സീമോർ ക്രേ ആണ് ലോകത്തിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, സീമോർ ക്രേ. ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് ആരാ? ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് ആരാ? വിജയ് പി ബഡ്കർ. വിജയ് പി ബഡ്കർ ആണ് ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ്, വിജയ് പി ബഡ്കർ. ലോകത്തിലാണെങ്കിൽ സീമോർ ക്രേ, ഇന്ത്യയിൽ വിജയ് പി ബഡ്കർ. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ്. ഫ്ലോപ്പി ഡിസ്ക് അത് കണ്ടുപിടിച്ച ആളാണ് അലൻ ഷുഗാർട്ട്. ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ച ആളാണ് അലൻ ഷുഗാർട്ട്. പുറത്തേക്ക് ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് സീമോർ ക്രേ. ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടറുടെ പിതാവ് വിജയ് പി ബഡ്കർ. 33ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി സീമോർ ക്രേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി പാർട്ട് ഓഫ് ദി കമ്പ്യൂട്ടർ ദാറ്റ് ഡസ് ദി അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ്. ഓപ്ഷൻ എ ALU, ഓപ്ഷൻ ബി CPU, ഓപ്ഷൻ സി CU, ഓപ്ഷൻ ഡി RAM. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേ? അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ നടത്തുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്ട് ഏത്? ആ പേരും തന്നെ ഓർത്തിക്കുക, അരിത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിത്തമെറ്റിക് കാൽക്കുലേഷൻ നടത്തുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്ടാണ് ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. 34ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ALU. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ സ്റ്റഡീസ് ആൻഡ് ട്രീറ്റ്സ് ഡിസോർഡേഴ്സ് ഓഫ് ലിവർ. ഓപ്ഷൻ എ ഹീമറ്റോളജി, ഓപ്ഷൻ ബി ഹെപ്പറ്റോളജി, ഓപ്ഷൻ സി നെഫ്രോളജി, ഓപ്ഷൻ ഡി എൻഡോക്രൈനോളജി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ഏത് ബ്രാഞ്ചാണ് സ്റ്റഡീസ് ആൻഡ് ട്രീറ്റ്സ് ഡിസോർഡേഴ്സ് ഓഫ് ലിവർ? ലിവറിൻ്റെ ഡിസോർഡേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന ശാഖ ഏത്? 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ഹെപ്പറ്റോളജി. ഓർത്തേക്ക, ബ്ലഡിനെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഹീമറ്റോളജി. ബ്ലഡ് ആണെങ്കിൽ ഹീമറ്റോളജി, ലിവർ ആണെങ്കിൽ കരളാണെങ്കിൽ ഹെപ്പറ്റോളജി, വൃക്ക അല്ലെങ്കിൽ കിഡ്നി ആണെങ്കിൽ നെഫ്രോളജി, കിഡ്നി ആണെങ്കിൽ നെഫ്രോളജി. അന്തസ്രാവി ഗ്രന്ഥികൾ അതുപോലെ ഹോർമോണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എൻഡോക്രൈനോളജി. കിഡ്നി ആണെങ്കിൽ നെഫ്രോളജി, ബ്ലഡ് ആണെങ്കിൽ ഹീമറ്റോളജി, ലിവർ ആണെങ്കിൽ ഹെപ്പറ്റോളജി, ഹോർമോണ് അന്തസ്രാവി ഗ്രന്ഥികളൊക്കെ ആണെങ്കിൽ എൻഡോക്രൈനോളജി. നമ്മൾ ചോദിച്ചത് ലിവറിനെ കുറിച്ചുള്ള പഠനശാഖ ഹെപ്പറ്റോളജി. 35ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ഹെപ്പറ്റോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഡിസ്കവേർഡ് ബ്ലഡ് ഗ്രൂപ്പ്സ്? ഓപ്ഷൻ എ വില്യം ഹാർവി, ഓപ്ഷൻ ബി ബ്ലണ്ടൽ, ഓപ്ഷൻ സി തോമസ് എഡിസൺ, ഓപ്ഷൻ ഡി ലാൻസ്റ്റെയിൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? ആരാണ് ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയത്? 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ലാൻസ്റ്റെയിൻ. കാൾ ലാൻസ്റ്റെയ്നർ അദ്ദേഹമാണ് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. ഓർത്തേക്ക, ലാൻസ്റ്റെയിൻ, കാൾ ലാൻസ്റ്റെയ്നർ. വില്യം ഹാർവി രക്തപര്യന വ്യവസ്ഥ ബ്ലഡ് സർക്കുലേഷൻ, രക്തപര്യന വ്യവസ്ഥ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ച ആളാണ് വില്യം ഹാർവി. ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടുപിടിച്ച ആളാണ് കാൾ ലാൻസ്റ്റെയ്നർ.
തോമസ് എഡിസൺ, തോമസ് ആൽവ എഡിസൺ. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച ആളാണ് തോമസ് ആൽവ എഡിസൺ. ബ്ലഡിനെ കുറിച്ച് സ്ഥിരം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യം ഹാർവി. ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ച ആളാണ് കാൾ ലാൻസ്റ്റെയ്നർ. ഇനി ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവാണ് ചാൾസ് റിച്ചാർഡ് ഡ്രൂ. ചാൾസ് റിച്ചാർഡ് ഡ്രൂ ഇദ്ദേഹമാണ് ബ്ലഡ് ബാങ്കിന്റെ ഉപജ്ഞാതാവ്. ഓർത്തേക്കാം, ബ്ലഡ് സർക്കുലേഷൻ ആണെങ്കിൽ വില്യം ഹാർവി, ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ കാൾ ലാൻസ്റ്റെയ്നർ, ബ്ലഡ് ബാങ്ക് ആണെങ്കിൽ ചാൾസ് റിച്ചാർഡ് ഡ്രൂ. നമ്മൾ ചോദിച്ചത് ബ്ലഡ് ഗ്രൂപ്പ്, അത് കണ്ടുപിടിച്ച വ്യക്തി ആര്? 36ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, ലാൻസ്റ്റെയിൻ, കാൾ ലാൻസ്റ്റെയ്നർ. 37ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു വോൺ ദി ഗോൾഡൻ ബൂട്ട് അവാർഡ് ഇൻ ഫിഫ വേൾഡ് കപ്പ് 2022? ഓപ്ഷൻ എ ലയണൽ മെസ്സി, ഓപ്ഷൻ ബി റൊണാൾഡോ, ഓപ്ഷൻ സി കിലിയൻ എംബാപ്പെ, ഓപ്ഷൻ ഡി എമിലിയാനോ മാർട്ടിനസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? 2022 ഫിഫ വേൾഡ് കപ്പില് ഗോൾഡൻ ബൂട്ട് അവാർഡ് നേടിയ താരാര്? 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, കിലിയൻ എംബാപ്പെ. ഓർത്ത് വയ്ക്കാം, ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിന് നൽകുന്ന അവാർഡാണ് ഗോൾഡൻ ബൂട്ട് അവാർഡ്. ആ നേടിയ താരമാണ് കിലിയൻ എംബാപ്പെ. ഇനി മികച്ച താരം, അതിനുള്ള അവാർഡാണ് ഗോൾഡൻ ബോൾ. മികച്ച താരത്തിനുള്ള അവാർഡാണ് ഗോൾഡൻ ബോൾ. 2022 ഫിഫ വേൾഡ് കപ്പിലെ ഗോൾഡൻ ബോൾ അവാർഡ് നേടിയ താരമാണ് ലയണൽ മെസ്സി. പിന്നെ ഓർത്ത് വയ്ക്കുക, എമിലിയാനോ മാർട്ടിനസ്. മികച്ച ഗോൾ കീപ്പർക്കുള്ള അവാർഡാണ് ഗോൾഡൻ ഗ്ലൗ. ഗോൾഡൻ ഗ്ലൗ, ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയ താരാണ് എമിലിയാനോ മാർട്ടിനസ്. പുറത്ത് വയ്ക്കുക, ഗോൾഡൻ ബോൾ ലയണൽ മെസ്സിക്ക്, ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയ്ക്ക്, ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയ താരം എമിലിയാനോ മാർട്ടിനസ്. പിന്നെ ഓർത്ത് വയ്ക്കുക, അഞ്ച് വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. 5 വ്യത്യസ്ത ലോകകപ്പിൽ ഗോൾ നേടുന്ന ആദ്യത്തെ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. നമ്മൾ ചോദിച്ചത് 2022 ഫിഫ വേൾഡ് കപ്പിന്റെ ഗോൾഡൻ ബൂട്ട് അവാർഡ് വിജയിയാര്? അത് കിലിയൻ എംബാപ്പയാണ്. കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ കളിക്കാരനാണ്. 2022 ഫിഫ വേൾഡ് കപ്പിന്റെ ജേതാക്കള് അർജന്റീനയാണ്. അർജന്റീനയായിരുന്നു ജേതാക്കള്. 2ാം സ്ഥാനം ഫ്രാൻസിന്. ഓർത്തേക്കാം, ഗോൾഡൻ ബൂട്ട് അവാർഡ് ജേതാവ് കിലിയൻ എംബാപ്പെ. 37ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 38ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിത്ത് വിച്ച് ഓഫ് ദി ഫോളോവിങ് ഗെയിംസ് ഈസ് ടൈഗർ വുഡ്സ് അസോസിയേറ്റഡ്? ഓപ്ഷൻ എ ബാഡ്മിൻ്റൺ, ഓപ്ഷൻ ബി ടെന്നീസ്, ഓപ്ഷൻ സി ഗോൾഫ്, ഓപ്ഷൻ ഡി സ്വിമ്മിങ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചേ? ടൈഗർ വുഡ്സ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഗോൾഫ്. ടൈഗർ വുഡ്സ് ഗോൾഫ് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 38ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ഗോൾഫ്. 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോഫിയ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് വിച്ച് കൺട്രി? ഓപ്ഷൻ എ ഗ്രീസ്, ഓപ്ഷൻ ബി സെർബിയ, ഓപ്ഷൻ സി റൊമാനിയ, ഓപ്ഷൻ ഡി ബൾഗേറിയ. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ? സോഫിയ ഇത് ഏത് രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്? സോഫിയ ഏത് രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ്? 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ബൾഗേറിയ. ബൾഗേറിയയുടെ ക്യാപിറ്റലാണ് സോഫിയ. ഓർത്ത് വയ്ക്കുക, ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് ഏഥൻസ്. ഗ്രീസിൻ്റെ ക്യാപിറ്റലാണ് ഏഥൻസ്. സെർബിയയുടെ ക്യാപിറ്റലാണ് ബെൽഗ്രേഡ്. സെർബിയയുടെ ക്യാപിറ്റലാണ് ബെൽഗ്രേഡ്. റൊമാനിയയുടെ ക്യാപിറ്റലാണ് ബുക്കാറസ്റ്റ്. റൊമാനിയയുടെ ക്യാപിറ്റലാണ് ബുക്കാറസ്റ്റ്. ബൾഗേറിയയുടെ ക്യാപിറ്റലാണ് സോഫിയ. നമ്മൾ ചോദിച്ചത് സോഫിയ ഈസ് ദി ക്യാപിറ്റൽ ഓഫ് വിച്ച് കൺട്രി? ഏത് രാജ്യത്തിൻ്റെ ക്യാപിറ്റലാണ് സോഫിയ? 39ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി ബൾഗേറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. ഹു ഹാസ് ബീൻ ഹോണേഡ് വിത്ത് കേരളാസ് ഹയസ്റ്റ് ലിറ്റററി അവാർഡ്? എഴുത്തച്ഛൻ അവാർഡ് 2022. ഓപ്ഷൻ എ MT വാസുദേവൻ നായർ, ഓപ്ഷൻ ബി ഡോക്ടർ M ലീലാവതി, ഓപ്ഷൻ സി A സേതുമാധവൻ, ഓപ്ഷൻ ഡി P വത്സല. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? 2022 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാര്? 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി A സേതുമാധവൻ അല്ലെങ്കിൽ സേതു. 2022 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ് A സേതുമാധവൻ അല്ലെങ്കിൽ സേതു. ഓർത്തേക്കുക, 2021 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ് P വത്സല.
2022 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ് എ സേതുമാധവൻ അല്ലെങ്കിൽ സേതു. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് 2023 എഴുത്തച്ഛൻ അവാർഡ് ജേതാവ് ആരാണ്? എസ് കെ വസന്തൻ. എസ് കെ വസന്തൻ 2023 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ് എസ് കെ വസന്തൻ. 21 പി വത്സല, 22 എ സേതുമാധവൻ അല്ലെങ്കിൽ സേതു. ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി 2023 എഴുത്തച്ഛൻ അവാർഡ് ജേതാവാണ് എസ് കെ വസന്തൻ. ഇപ്പം 40ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി, എ സേതുമാധവൻ അല്ലെങ്കിൽ സേതു. ഓക്കെ, താങ്ക് യു.